ഒരു കേസ് നമ്മുടെ ജൻസികളൊക്കെ ലോകം കാണുന്നതിന് വളരെ മുന്നേയുള്ള സംഭവമാണ്. ഒരുപക്ഷെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലാദ്യമായി മന്ത്രിപദത്തിൽ പോലും എത്തിയ ഒരു ജനപ്രതിനിധി അടിവസ്ത്രത്തിലെ തിരിമറിയിന്മേൽ 3.5 പതിറ്റാണ്ടുകളിലേറെയായി കുരുങ്ങിക്കിടക്കുന്ന കേസ്. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളം. ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ സാൽവദോർ സാർലി 61 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പോലീസ് പിടിയിൽ. രാജ്യാന്തര മയക്കുമരുന്ന് കടത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. ഈ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സെലിൻ വിൽഫ്രഡിന്റെ ജൂനിയറാണ് നമ്മുടെ മുൻ മന്ത്രി ആന്റണി രാജു. 94 ഹൈക്കോടതിയിൽ അപ്പീലുമായി പോയ ആന്റണി രാജുവും വക്കീലും പ്രതിയുടെ രക്ഷകരാകുന്നു. കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ലെന്ന് കണ്ടാണ് കോടതി വെറുതെ വിട്ടത്. കേസിൽ നിന്ന് ഊരിയ സാൽവദോർ നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ കാലം കാത്തുവച്ച വിധി മറ്റൊന്നായിരുന്നു. തൊണ്ടി മുതലിലെ അട്ടിമറി പ്രതി സാൽവദോർ സഹതടവുകാരനോട് പറഞ്ഞു പോയതാണ് കേസിൽ വൻ വഴിത്തിരിവായത്. തൊണ്ടി മുതലിൽ അട്ടിമറി നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ CK ജയമോഹൻ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന കൃത്രിമത്തിന്റെ വിവരങ്ങൾ. അട്ടിമറിയുടെ ചരിത്രം തുടങ്ങുന്നത് സാൽവദോർ ജയിലിൽ കിടക്കുമ്പോൾ ബന്ധു എന്ന പേരിലെത്തിയ പോളിന്റെ വരവിലൂടെയാണ്. കോടതിയുടെ കസ്റ്റഡിയിലുള്ള കേസിന് ആവശ്യമല്ലാത്ത സ്വകാര്യ വസ്തുക്കൾ പ്രതിക്ക് തിരികെ കൈമാറണമെന്ന പോളിന്റെ ഹർജിയിൽ അനുകൂല വിധി. ട്വിസ്റ്റ് നടക്കുന്നത് ഇനിയാണ്. കോടതി ക്ലർക്ക് ജോസിന്റെ സഹായത്തോടെ പോളിനൊപ്പം എത്തിയ ആന്റണി രാജു തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി ഒപ്പിട്ട് വാങ്ങുന്നു. ഈ അടിവസ്ത്രം തിരികെ കോടതിക്ക് നൽകുന്നത് വിചാരണയ്ക്ക് തൊട്ടു മുമ്പ്. ഇതിനിടെ കേസിലെ നിർണായക തൊണ്ടി മുതലായ അടിവസ്ത്രം മുറിച്ച് ചെറുതാക്കി വീണ്ടും തുന്നി. നൂലിന്റെ നിറത്തിലടക്കം മാറ്റം വരുത്തി കബളിപ്പിക്കൽ. പക്ഷേ അടിവസ്ത്രം വെട്ടി ചെറുതാക്കിയത് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. സ്വകാര്യ വസ്തുക്കൾ തിരികെ വാങ്ങാനായി ആന്റണി രാജു ഒപ്പിട്ട് നൽകിയ രേഖ തെളിവുമായി. 2005 IG TP സെൻകുമാർ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. 2006 ഫെബ്രുവരി 13 തൊണ്ടിമുതൽ കേസിൽ ജോസ് 1-ാം പ്രതിയും ആന്റണി രാജു 2-ാം പ്രതിയുമായി വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറുന്നത് 2014 കേസിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആന്റണി രാജു ഹർജി നൽകി. വിചാരണ തുടരട്ടെ എന്ന് സുപ്രീം കോടതി വിധിച്ചു. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു അടിവസ്ത്രത്തിൽ കുരുങ്ങി കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ആന്റണി രാജുവിനെ പിന്തുടരുന്ന കേസിലാണ് ഇന്ന് വിധി വരുന്നത്.